കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. മദ്യം കുടിക്കല്ലേ, കഞ്ചാവും പുകയ്ക്കല്ലേ, സിഗരറ്റും പുകച്ചിടല്ലേ. മദ്യം കുടിക്കല്ലേ, കഞ്ചാവും പുകയ്ക്കല്ലേ, സിഗരറ്റും പുകച്ചിടല്ലേ. നീയും നശിക്കും, നിൻ കുടുംബം തകർന്നിടും, അപമാനമായിടുമേ. നീയും നശിക്കും, നിൻ കുടുംബം തകർന്നിടും, അപമാനമായിടുമേ. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. പാപം ക്ഷമിക്കാൻ, ശാപങ്ങൾ മാറ്റാൻ യേശുവിൻ നാമമൊന്നേ. പാപം ക്ഷമിക്കാൻ, ശാപങ്ങൾ മാറ്റാൻ യേശുവിൻ നാമമൊന്നേ. രക്ഷ തന്നിടാൻ, നിത്യത നൽകാൻ യേശുവിൻ നാമമൊന്നേ. രക്ഷ തന്നിടാൻ, നിത്യത നൽകാൻ യേശുവിൻ നാമമൊന്നേ. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. നിൻ പാപമെത്ര കടും ചുവപ്പായാലും യേശു ക്ഷമിച്ചിടുമേ. നിൻ പാപമെത്ര കടും ചുവപ്പായാലും യേശു ക്ഷമിച്ചിടുമേ. രക്ഷയ്ക്കായെന്നു നീ ഏറ്റു പറഞ്ഞാൽ യേശു കൈക്കൊണ്ടിടുമേ. രക്ഷയ്ക്കായെന്നു നീ ഏറ്റു പറഞ്ഞാൽ യേശു കൈക്കൊണ്ടിടുമേ. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. ആനന്ദം ആനന്ദം, എന്തോരാനന്ദം യേശുവിലാകുന്നത്. ആനന്ദം ആനന്ദം, എന്തോരാനന്ദം യേശുവിലാകുന്നത്. ഇത്ര നല്ല രക്ഷയെ തള്ളിക്കളയല്ലേ, സ്വീകരിക്കേശുവിനെ. ഇത്ര നല്ല രക്ഷയെ തള്ളിക്കളയല്ലേ, സ്വീകരിക്കേശുവിനെ. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. കേൾക്കുക പ്രിയരെ, കേൾക്കുക പ്രിയരെ സത്യസുവിശേഷം. താങ്ക് യു.
തുടർന്ന് PCIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജിജി തേക്കുതോട് മല്ലപ്പള്ളി ആനിക്കാട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമ്മോട് സംസാരിക്കും. അടുത്തും അകലെയുമായി ഈ ഉച്ചഭാഷിണിയുടെ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന കോലംചേരിയിലെ നല്ലവരിൽ നല്ലവരായ എല്ലാ നാട്ടുകാർക്കും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഭിവാദ്യങ്ങൾ. ജനുവരി 3-ാം തീയതി കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് രാവിലെ എറണാകുളം ജില്ലയുടെ അങ്കമാലിയിലൂടെ പ്രവേശിച്ച് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച് ഈ തെരുവിലെത്തിയിരിക്കുന്നത് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന കേരള സുവിശേഷ യാത്രയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ആത്മഹത്യാ പ്രവണതയ്ക്കും സ്ത്രീ പീഡനത്തിനും കുട്ടികൾക്കെതിരെയുള്ള അക്രമത്തിനും അഴിമതിക്കും അനീതിക്കും സാമൂഹ്യ തിന്മകൾക്കും അധർമ്മത്തിനും അതുപോലെ അസാത്മാർഗീയ ജീവിതത്തിനുമെതിരെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സഹോദരരെ, ഇവിടെ ഞങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലഘു സന്ദേശങ്ങൾ അനുഭവത്തിന്റെ ഏടുകളിൽ നിന്ന് അടർത്തിയെടുത്ത ജീവിത അനുഭവങ്ങളുടെ ചേർത്തുകോർത്ത വാക്കുകൾ, അതുപോലെ ശ്രുതിമധുരമായി നിങ്ങൾ കേട്ടുകൊണ്ടു നിന്ന നല്ല സന്ദേശവും അല്ലെങ്കിൽ ഗാനങ്ങളുമൊക്കെ, ഇത് അല്പനിമിഷത്തിലേക്ക് ഞങ്ങളെ തുടർന്നും ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രദ്ധിക്കൂ, നിരവധി വിപ്ലവ പ്രഭാഷണങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ സംഭാഷണങ്ങളുമൊക്കെ നടന്നിട്ടുള്ള ഒരു തെരുവിലാണ് ഞങ്ങളും ഇവിടെ നിൽക്കുന്നത്. ഈ സന്ദേശ യാത്ര ഈ മാസം 24-ാം തീയതി തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു വലിയ സമ്മേളനം നടത്തണമെന്നോ ഒരു വലിയ എന്തെങ്കിലും കാര്യങ്ങളുടെ പ്രഖ്യാപനം നടത്തണമെന്നോ അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ യാത്ര മുൻപോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ പ്രഥമമായ മുദ്രാവാക്യം എന്ന് പറയുന്നത് മദ്യവർജനമാണ്. മദ്യം ഉപേക്ഷിച്ച്, മയക്കുമരുന്ന് ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് ചിലരെ കൈക്കുപിടിച്ച് കരകയറ്റണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ ഈ വാഹന പ്രചരണ ജാഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. 21-ാം നൂറ്റാണ്ടിന്റെ ആധുനിക മനുഷ്യൻ അലറുന്ന കടലിനെയും അങ്ങകലെയുള്ള നക്ഷത്രങ്ങളെയും കൊച്ചു കൈയിലൊതുക്കി അവൻ സന്തോഷിക്കുകയാണ്. അല്പനിമിഷം കൊണ്ട് 1000 മൈലുകൾ താണ്ടുവാൻ തക്കവണ്ണം സാങ്കേതിക വിദ്യയിൽ വാഹനങ്ങളും അതിനു തക്കതായ യാത്രാ സംവിധാനങ്ങളുമൊക്കെ കണ്ടുപിടിച്ച് ലോകത്തെ ഒരു കൊച്ചു ഗ്രാമമാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. വാർത്താവിനിമയ സംവിധാനങ്ങളിലൂടെയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലൂടെയും ലോകത്തിന്റെ ഏതൊരറ്റത്തിരിക്കുന്ന വ്യക്തിയെയും നേരിൽ കണ്ട് സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനും തക്കവണ്ണമൊക്കെ നാം വളർച്ചയും ഉയർച്ചയും ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉയർച്ചയുടെ പടവുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പഴയ ഓലപ്പരകളും ചെറ്റപ്പരകളും ചെറിയ കുടിലുകളുമെല്ലാം ഇന്ന് കാണാനേയില്ല. അതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പടുത്തുയർത്തിയ പടുകൂറ്റൻ മണിമാളികകളുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ ആണ്ടുതോറും അതിന് മോടിഭംഗി വരുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ അതിന്റെ പ്രൗഢിയും ഗംഭീരതയും ഒക്കെ ആളുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചിരിക്കുന്നത്. മാത്രമല്ല, പണ്ടൊക്കെ നാട്ടുവൈദ്യന്മാരുടെ ചെറിയ കൂട്ടുകൾ മരുന്നുകൾ മാത്രം ലഭ്യമായിരുന്ന കാലത്ത് നിന്ന്
മനുഷ്യന്റെ എല്ലും പല്ലും മാറ്റി സൗന്ദര്യശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ശക്തമായി തീർന്നിരിക്കുന്ന വൈദ്യശാസ്ത്രം, വിജ്ഞാനത കൊണ്ട് ഈ വിശ്വത്തെ മുഴുവനും വിറപ്പിക്കാൻ കഴിയുന്ന വൈജ്ഞാനികരുടെ ലോകം, ശാസ്ത്രീയരുടെ ലോകം, ഇതെല്ലാം നമ്മളെ ഒരു പടവിൽ നിന്ന് മറ്റൊരു പടവിലേക്ക് അതിവേഗം ചവിട്ടിക്കയറുന്ന നമ്മുടെ ആധുനിക ലോകത്തെയാണ് വിളിച്ചോതുന്നതും കാണാൻ തക്കവണ്ണം കഴിയുന്നതും. ആ സാഹചര്യത്തിൽ നമുക്കൊക്കെ എവിടെയൊക്കെയോ അപജയങ്ങൾ സംഭവിക്കുന്നില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞ പലവിധ ഉയർച്ചയുടെ ഉന്നമതിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പടുത്തുയർത്തിയ പടുകൂറ്റൻ മണിമാളികകളിൽ വെറും വീട്ടുപകരണങ്ങളെക്കാൾ അകപ്പതിച്ചു പോയ മനുഷ്യനെയാണ് കാണാൻ കഴിയുന്നത്. ആ വീട്ടിലെ വീട്ടുപകരണങ്ങൾക്കുള്ള വിലയും ആ വീട്ടുപകരണങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹവും അല്ലെങ്കിൽ താല്പര്യവും ബന്ധവും പോലും വീട്ടിലെ ഭാര്യ ഭർത്തർ മക്കൾ ബന്ധം മാതാപിതാക്കൾ തമ്മിലില്ലാതെ പോയിരിക്കുന്ന ഒരു ദുസ്ഥിതി നമ്മുടെ ഇടയിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലും പല്ലും മാറ്റി മനുഷ്യന്റെ സൗന്ദര്യശേഷിയൊക്കെ വർദ്ധിപ്പിക്കാമെന്ന് വീമ്പിളക്കുന്ന വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞ 2.5 വർഷത്തോളമായിട്ട് ലോകം മുഴുവൻ പടർന്നു കത്തുന്ന അല്ലെങ്കിൽ പെയ്തൊഴിഞ്ഞു വരുന്ന ഈ മഹാമാരിയായ കൊറോണയെയും കോവിഡിനെയും ഒമിക്രോണിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാതെ, മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ മറവിടം തേടി ഒളിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എവിടെ ഒരു നാണയത്തിന്റെ മറുവശം എന്ന വണ്ണം ഉയർച്ചയുടെയും ഉന്നമനത്തിന്റെയും ഒക്കെ വീരഗാഥ മുഴക്കുമ്പോൾ തന്നെ ആ നാണയത്തിന്റെ മറുവശം എന്ന വണ്ണം ആളുകൾ കിതയ്ക്കുകയാണ്, കുതിക്കുകയല്ല. ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ അനുദിനവും കാണാൻ തക്കവണ്ണം കഴിയുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമുക്കൊക്കെ പലപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ അസമാധാനതയുടെയും അസന്തുഷ്ടതയുടെയും വിഷവിത്തുകളെ വിതറിക്കൊണ്ട് സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ കുറച്ചു മുൻപേ ഈ പട്ടണങ്ങളിലൂടെ കടന്നുപോയ ഒരു മൃതശരീരമുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു രാഷ്ട്രീയ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെത്. അതിന് ചില ദിവസങ്ങൾക്ക് മുൻപ്, ചില ആഴ്ചകൾക്ക് മുൻപാണ് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ 10 മണിക്കൂറിനിടയിൽ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറാനിടയായി തീർന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടയിൽ നമ്മുടെ കേരളത്തിന്റെ അങ്ങ് തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നടമാടിയ നാരാട്ടുകൾ എത്ര ചെറുപ്പക്കാരെയാണ് നശിപ്പിച്ചത്, എത്ര കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തിയത്. ആലപ്പുഴയിൽ നടന്ന 2 കൊലപാതകങ്ങളിൽ അനാഥമായത് 4 പെൺകുഞ്ഞുങ്ങളാണ്. അവരുടെ അമ്മമാർ, ചെറുപ്പക്കാരികളായ അമ്മമാർ വിധവകളായി തീർന്നു. ഒന്നോർക്കുക, ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ ആ മനുഷ്യൻ മാത്രമല്ല, ആ വീട്ടിലുള്ളവരോട് ഇഞ്ചിഞ്ചായി വേദനയും സങ്കടവും സഹിച്ച് മരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്തേ നമ്മുടെ നാടിന്റെ ഉയർച്ചയാണോ, നമ്മുടെ നാടിന്റെ വളർച്ചയാണോ, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ അഭിമാന പുരസ്സരം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുമ്പോൾ ഇവിടെ മനുഷ്യന്റെ ചോരയുടെ മണമുള്ള വർത്തമാന പത്രങ്ങളും വാർത്താ സന്ദേശങ്ങളുമല്ലേ അനുദിനവും നാം കേൾക്കേണ്ടി വരുന്നത്. എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെ, നമുക്കെവിടെയാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല. നമുക്കറിയാം, ഒരു കാലത്തേക്കാൾ ഉപരി, പഴയ കാലത്തേക്കാളൊക്കെ ഉപരി നാം ഇന്ന് വിജ്ഞാനപരമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ധാരാളം കോഴ്സുകൾ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരിക്കുന്നു, ധാരാളം സർവകലാശാലകൾ ഇവിടെ അനുദിനവും ഉടലെടുക്കുകയാണ്. അതിൽ നിന്ന് വൈവിധ്യങ്ങളായ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ പുറത്തു വരികയാണ്. എന്നിട്ടെന്തേ ഇവിടെ സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പണ്ടത്തെ ദാരിദ്ര്യമൊന്നുമില്ല. നമുക്കിത് ഇഷ്ടം പോലെ പണമുണ്ടായിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമമൊക്കെ മാറി ഭാരതം നമുക്ക് സ്വന്തമായി ലഭ്യമായി തീർന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഈ നാട് പാപ്പരപ്പെട്ട ഒരു നാടായിരുന്നു, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നാടായിരുന്നു. ഇവിടെ ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമമുണ്ടായിരുന്നു. എന്നാൽ പഞ്ചവത്സര പദ്ധതിയിലൂടെ നമ്മുടെ നാട് ഹരിത വിപ്ലവം സൃഷ്ടിച്ചു. ഹരിത വിപ്ലവത്തിലൂടെ പച്ചക്കറിയും ഭക്ഷ്യ ഉൽപാദനവും ഒക്കെ ഇവിടെ വർദ്ധിപ്പിച്ച് ഇവിടെ ആളുകൾക്ക് ഇഷ്ടം പോലെ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്ന വിധത്തിൽ നമ്മുടെ നാടിനെ വികസനത്തിന്റെ അതിന്റെ
സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധവള വിപ്ലവത്തിലൂടെ പാലുൽപ്പന്നങ്ങളും പാലിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ മഹത്വങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടും ആളുകളെ ക്ഷീരകർഷകരാക്കിക്കൊണ്ടുമൊക്കെ ഇന്നിഷ്ടം പോലെ യഥേഷ്ടം പോലെ പാലുൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ നീലവിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ മത്സ്യബന്ധനത്തിന് വേണ്ടുന്ന നൂതനമായ സാങ്കേതിക വിദ്യകൾ വരുത്തുകയും അതിന് വേണ്ട വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തേക്കാളൊക്കെ ഉപരി നമുക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതെ തന്നെ തീർന്നിരിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഭക്ഷ്യവസ്തുക്കൾ സുലഭം പോലെ ലഭ്യമാകുന്നുണ്ട്, വസ്ത്രം ലഭിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ഈ കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ സർക്കാരെ എന്ന്. ഇന്ന് ആ മുദ്രാവാക്യം ആരും വിളിക്കത്തില്ല. കാരണം അതൊക്കെ യഥേഷ്ടം പോലെ ലഭ്യമാകുന്ന വിധത്തിൽ നമ്മുടെ നാടിന് വളർച്ചയുണ്ടായിട്ടുണ്ട്. എന്നാൽ മനുഷ്യന് നഷ്ടമായി തീർന്ന ഒന്നുണ്ട്, അവന്റെ ജീവിതത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടമായി തീർന്നു. സ്വൈര്യമായി ഒന്ന് ജീവിക്കാൻ കഴിയാത്ത കുടുംബാന്തരീക്ഷങ്ങൾ, സമാധാനമായി ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാമൂഹിക അന്തരീക്ഷങ്ങൾ. ഇവിടെ 6 വയസ്സുള്ള പെൺകുഞ്ഞും 66 വയസ്സുള്ള അമ്മച്ചിയും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിലേക്ക് കാപാലികന്മാരുടെ നാടായി നമ്മുടെ നാട് തീർന്നിരിക്കുകയാണ്. ഭയത്തോടെയല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ എവിടെയാണ് അപജയങ്ങൾ ഉണ്ടായിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ജയിലറകളിലേക്ക് എടുത്തു നോക്കൂ. 35 വയസ്സിൽ താഴെയുള്ളവരാണ് കുറ്റവാളികളിൽ ഭൂരിപക്ഷവും എന്ന് പറയുമ്പോൾ നമ്മുടെ യുവതയ്ക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ യൗവനത്തിന് എന്ത് സംഭവിച്ചു? കേരളത്തിലെ യൗവനക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ മുഷ്ടിയുരുട്ടി അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ധീരന്മാരായി നടക്കുന്ന ഒരുപിടി ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കെ, സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ എന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ ആവേശം കൊള്ളുന്ന നിമിഷങ്ങളിൽ ഏതോ ഒരു ലഹരിയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ പിന്നീട് അവരുടെ ജീവിതത്തിന് ശൂന്യതയാണ് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ തെരുവിൽ വാങ്ങാനോ വിൽക്കാനോ യാത്രയാകാനോ യാത്ര അയക്കാനോ ഒക്കെ നിങ്ങൾ എത്തിയതായിരിക്കാം. അല്പനിമിഷങ്ങളിൽ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ സ്നേഹിത, പ്രിയ കുഞ്ഞെ, അല്പനിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം തരാൻ കഴിയുന്ന സ്വന്തമായ ഒരു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം നൽകാൻ കഴിയുന്ന സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിന് ഉടമയായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാർഗം? ആളുകൾ പറയുന്നത് ഇവിടെ ഒരു സമാധാനവും ലഭിക്കത്തില്ല, ഇവിടെ ഒരു സ്വസ്ഥതയും ലഭിക്കത്തില്ല, എവിടെയും സംഘർഷഭരിതമായ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. കലുഷിതമായ മനസ്സുമായിട്ട്, ഇടുങ്ങിയ മനസ്സുമായിട്ട് പലപ്പോഴും ആളുകളുടെ സ്നേഹവും ഒരു സൗഹൃദവും പോലും ലഭ്യമല്ലാതെ ജീവിതത്തെ ഹോമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒറ്റപ്പെട്ട അവസ്ഥകളിൽ ജീവിക്കുന്ന ആളുകൾ. ആൾക്കൂട്ടത്തിനിടയിൽ തനിയെ എന്ന് പറയുന്നത് പോലെ അല്ലേ സ്നേഹിത? താങ്കളുടെ ജീവിതവും എല്ലാവരും ഉണ്ട്, എന്നാൽ ആരുമില്ലെന്നുള്ള അവസ്ഥ. ഇതല്ലേ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കുന്ന അവസ്ഥ. ആടിപ്പാടി കൂടെ നടക്കാൻ ആരോഗ്യമുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, പ്രാപ്തിയുള്ളപ്പോൾ, സ്ഥാനമുള്ളപ്പോൾ, മാനമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ താങ്കളുടെ കൂടെ ഒരു പിടി കൂട്ടുകാരുണ്ടായിരുന്നേക്കാം. എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ആപത്ത് വന്നു ഭവിക്കുമ്പോൾ ആടിപ്പാടി കൂടെ നടന്നവർ അകലം വിട്ട് ഓടി പറയും, അയ്യോ എന്ന് നിലവിളിക്കുന്ന നിന്നെ രക്ഷിപ്പാൻ ആരുമില്ലാതെയാകും. ഇല്ലേ? അതല്ലേ നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിലാണ് ആളുകൾ അല്പസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഓടിയെത്തുന്ന മാർഗമാണ് മദ്യവും മയക്കുമരുന്നും. മദ്യം കൊണ്ട്, മയക്കുമരുന്ന് കൊണ്ട്, അല്പ അസാൻമാർഗീയ ജീവിതം കൊണ്ട് കുറച്ച് സമയത്തേക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു കുപ്പി മദ്യം കുടിച്ചാൽ തലയ്ക്ക് ലക്ക് കെട്ടാൻ ആ ലക്ക് മാറുന്നിടം വരെ, ആ തലയുടെ മന്ദീഭാവം മാറുന്നിടം വരെ അവനൊരു സമാധാനം ലഭിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ അതിനെ എതിർക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ലഭ്യമുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും നിങ്ങൾ മദ്യപിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ മദ്യപിക്കുന്ന സമയത്ത് 1 മണിക്കൂറോ 3 മണിക്കൂറോ 5 മണിക്കൂറോ താങ്കൾക്ക് ലഭിക്കുന്ന സ്വസ്ഥതയും സമാധാനവും ഉണ്ടല്ലോ, അത് ഈ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും തട്ടിപ്പറിക്കുന്നതാണ്. മാത്രമല്ല താങ്കളുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും
മാതാപിതാക്കളുടെയും സമാധാനം തട്ടിപ്പറിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മദ്യപാനിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്ക്, ആ മദ്യപാനിയായ പിതാവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ മകന്റെ മദ്യപാനം കൊണ്ട് ആ വീടിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? മദ്യപിക്കുന്ന സ്നേഹിത, താങ്കൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? മദ്യപാനം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. മദ്യപാനം കൊണ്ട് നേട്ടമുണ്ട്. ആർക്കാണെന്നറിയാമോ? ഇവിടെ മദ്യക്കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അവർക്ക് നേട്ടമുണ്ടാകുന്നു. അവന്റെ തലമുറകളെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആക്കുന്നു സ്നേഹിത. അവന്റെ കുടുംബത്തിന് ധാരാളം സമ്പത്ത് വർദ്ധിക്കുന്നു. ഈ തെരുവിലൂടെ വലിയ കാറിൽ അവൻ സഞ്ചരിക്കുമ്പോൾ ചുമച്ച് നിനക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എത്തും പിടിയും കിട്ടാതെ അലഞ്ഞി തെരുവിൽ കിടക്കുന്ന നിന്നെ മദ്യം തന്ന് നിന്നെ സന്തോഷിപ്പിച്ചവൻ ഇതിലെ അവനും അവന്റെ തലമുറയും നടക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നശിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച രണ്ട് പ്രിയപ്പെട്ടവരുണ്ടല്ലോ, പ്രിയ റെജിപ്പാസ്. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ഒരു കാലത്ത് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ അദ്ദേഹം ലഹരിക്ക് ഒക്കെ അടിമയായി തീരുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഒരു സ്വസ്ഥത, ആ ജീവിതത്തിൽ അതിൽ നിന്നൊന്നും ലഭ്യമായില്ല. മദ്യപാനം താങ്കളുടെ ജീവിതത്തെ നശിപ്പിക്കും. എത്ര മിടുക്കനായിരുന്നാലും കഴിവുള്ളവനായിരുന്നാലും സമർത്ഥനായിരുന്നാലും ഗദ്യപദ്യ കൃതിക്കൊക്കെ ഗണ്യനായി ഭവിച്ചാലും മദ്യപാനം തുടങ്ങിയ നിന്റെ സമ്പത്തും മാന്യതയും അന്തസ്സും അഭിമാനവും കുടുംബവും ജീവിതവും എല്ലാം നശിക്കും. അതുകൊണ്ട് മദ്യം നിന്റെ ജീവിതത്തെ നശിപ്പിക്കും സ്നേഹിത. മദ്യപാനം നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും സ്നേഹിത. ആരോഗ്യത്തെ നശിപ്പിക്കും സ്നേഹിത. നിന്റെ നിത്യമായ ഒരു ആത്മാവ് നിന്നിലുണ്ട്, അത് നിന്റെ ജീവിതത്തിൽ നഷ്ടമായി തീരും സ്നേഹിത. മദ്യപാനത്തിൽ നിന്ന് താങ്കൾ വിമോചിതനായി തീർന്നേ മതിയാകത്തുള്ളൂ. മയക്കുമരുന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിരിക്കുകയാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ബബിൾക്കം ചൂയിങ്കം വായിലിട്ട് ചവച്ചാൽ വായിൽ കിടക്കുന്നത് കണ്ടാൽ ടീച്ചർ പിടിച്ചടിക്കുമായിരുന്നു. ചൂയിങ്കം ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ കയറിയാൽ. ഇന്ന് കൊച്ചു കുട്ടികളിൽ പോലും മയക്കുമരുന്നിന്റെ സ്വഭാവമുള്ളവരായി തീർന്നിരിക്കുന്നു എന്നുള്ള സ്കൂളുകളും കോളേജുകളും കലാശാലകളും ഒക്കെ അതിങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കലാശാലകൾ കലാലയങ്ങളും അവിടെ നിന്ന് മാറിയപ്പോൾ അത് കലാപശാലകളും കടാരശാലകളും ആയിത്തീർന്നതിന്റെ ദുഃഖവാർത്തയല്ലേ ഇന്നലെയും നമ്മൾ കേൾക്കേണ്ടി വന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. മദ്യം വരുത്തിയ, മയക്കുമരുന്ന് വരുത്തിയ, ലഹരി പദാർത്ഥം വരുത്തിയ അപജയമാണ്. അത് നമ്മുടെ സമൂഹത്തെ മുച്ചൂടും നശിപ്പിച്ചു, തകർത്തുകളഞ്ഞു. മനുഷ്യൻ തമ്മിൽ സ്നേഹമില്ലാത്തവരായി, ഏത് അതിക്രമവും ചെയ്യാൻ മടിയില്ലാത്തവരായി, മനുഷ്യന്റെ ധാർമ്മിക ബോധം നഷ്ടപ്പെടുത്തി സാത്മാർഗീയത, മദ്യവും മയക്കുമരുന്നും നമ്മുടെ യുവതലമുറയെ നഷ്ടപ്പെടുത്തി അമ്മയാര് പെങ്ങളാര് എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സാൻമാർഗീയതയുടെ സകല വേലിക്കെട്ടും തകർക്കുന്ന മയക്കുമരുന്ന് ഉപയോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, താങ്കൾ ഇത്രയൊക്കെ പറയുന്നെങ്കിൽ അതിൽ നിന്നൊരു വിമോചനത്തിന് മാറ്റമുണ്ടോ? എനിക്ക് പൊടി തന്നും മരുന്ന് തന്നും കൗൺസിലിംഗ് ചെയ്തുമൊക്കെ പലപ്പോഴും പലരും എന്നെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി, എന്റെ ഭാര്യയടക്കം നോക്കി. എന്നിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല, മയക്കുമരുന്നിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല, ലഹരി പദാർത്ഥത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പലപ്പോഴും സ്വയം തീരുമാനിച്ചിട്ടുണ്ട്, പ്രഭാതത്തിൽ വീട്ടിൽ നിന്നിറങ്ങി പാടത്തും ജോലി സ്ഥലത്തുമൊക്കെ ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ സമ്പാദിച്ച് വൈകിട്ട് മദ്യഷാപ്പിൽ പോയി ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ പോയി അവിടുന്ന് കിട്ടുന്ന മദ്യം വാങ്ങിച്ചു കുടിച്ച് അർദ്ധരാത്രിയിൽ വീട്ടിൽ ചെന്ന് കയറിയ താങ്കൾ വീട്ടിലെ വീട്ടുപകരണങ്ങൾ തല്ലിപ്പൊട്ടിച്ച് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ച് അബോധാവസ്ഥയിൽ ഏതോ അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കി ലജ്ജയോടെ താങ്കൾ പറഞ്ഞു, ഇന്നലെ ഞാൻ അല്പം കുടിച്ചു പോയില്ലേ, ഞാൻ ഇന്നലെ ചില ബോധം കെട്ടുപോയി, വേണ്ടായിരുന്നു. അപ്പൊ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മനുഷ്യ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ കുടിയൊന്നും നിർത്തല്ല.
കുഞ്ഞുങ്ങൾ പറഞ്ഞു പപ്പ ഇനി കുടിക്കാതിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് രാവിലെ കുറ്റബോധങ്ങളുടെ ഭാര്യയെ അടുത്ത് വിളിച്ച് തലയെ കൈവച്ച് സത്യം ചെയ്തു, ഇനിയും ഞാൻ കുടിക്കത്തില്ല, എടി ഇന്നുകൊണ്ട് ഞാൻ എന്റെ മദ്യപാനം നിർത്തുകയാണെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ടും നിങ്ങൾ അറിയാതെ കുടിച്ചെന്നാ വീട്ടിൽ കടിച്ചത്. ഭാര്യയുടെ തലയിൽ കൈവച്ചും മക്കളുടെ തലയിൽ കൈവച്ചും സത്യം ചെയ്തിട്ടും എന്തേ മദ്യപാനം നിർത്താൻ കഴിഞ്ഞില്ല? അതിന്റെ അർത്ഥം സ്വയം നിയന്ത്രണം കൊണ്ട് നിങ്ങൾക്ക് ഈ മദ്യപാനം നിർത്താൻ കഴിയുന്നില്ല, ഫലപ്രേരണ കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല, മരുന്ന് കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ചുറ്റും ഇവിടെ നിൽക്കുന്ന ഒരുപിടി യുവാക്കളുണ്ട്, ഒരുപിടി ചെറുപ്പക്കാരുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്, ഒരു കാലത്ത് അവരും മദ്യത്തിന് തീർത്തും അടിമകളായി ജീവിക്കേണ്ടി വന്നവരാണ്. അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ രജിപ്പാസെ പോലെയുള്ള അനുഗ്രഹീതരായ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്, മുമ്പേ പറഞ്ഞു ബാബു, അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക് എന്താണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന്. മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു വ്യക്തിയാണ്, അഖില ലോക രക്ഷിതാവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം അത് മറ്റൊരിടത്തല്ല, യേശു ക്രിസ്തുവിലൂടെയുണ്ട്. നിന്നെയും എന്നെയും നിർമ്മിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ കേടുപാടുകൾ മാറ്റാൻ കഴിയത്തുള്ളൂ, നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയത്തുള്ളൂ, മദ്യശക്തിയിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മെ പിടിച്ചിരിക്കുന്ന പൈശാചികമായ അവന്റെ കൈകളിൽ നിന്ന്, പൈശാചിക കൈകളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയണമെങ്കിൽ ഒരൊറ്റയാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിന്റെ രക്ഷിതാവായി ഇവിടേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏക നാമമേ ഉള്ളൂ. സ്നേഹിത, ആടിപ്പാടി കൂടെ നടന്നവരൊക്കെ ആപത്ത് വന്നുപെട്ടപ്പോൾ അകലം വിട്ട് ഓടി മറഞ്ഞാലും അയ്യോ എന്ന് നിലവിളിക്കുന്ന നിന്റെ അടുക്കൽ വരാൻ ആരുമില്ലെന്നായാലും ഞാൻ പറയട്ടെ, പെറ്റമ്മ മറന്നാലും ഉറ്റു സ്നേഹിക്കാമെന്ന് പറഞ്ഞ ഒരു നല്ല രക്ഷകനുണ്ട്. ഇവിടെ ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹം കിട്ടുന്നില്ലെന്നൊരു വലിയ പരാതിയുണ്ട്. പല കുഞ്ഞുങ്ങളും പറയാറുണ്ട് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. പല പുരുഷന്മാരും പറയുന്നു ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. പല സ്ത്രീകളും പറയുന്നു പുരുഷന്മാരും ഭർത്താക്കന്മാരിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. ഈ സമൂഹത്തിൽ യഥാർത്ഥ സ്നേഹം തരുന്ന എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിന്റെ കവിയത്രിയായ മാധവിക്കുട്ടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പൂനെയ്ക്ക് താൻ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എന്നെ സ്നേഹിപ്പാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിടില്ലായിരുന്നു. ഇവിടെ ആരും എന്നെ സ്നേഹിപ്പാനില്ല. എന്റെ പ്രണയകാവ്യങ്ങൾ എഴുതിയ, പ്രണയ കഥകൾ എഴുതിയ അനവധി നിരവധി ആളുകൾക്ക് പ്രണയത്തിന്റെ പുതിയ ഭാവവും ഊടും ഊരും നൽകിയ ഈ പ്രണയ കവിക്ക് തന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെന്ന് പറയേണ്ടി വന്നു. ഇല്ല, ഞങ്ങൾ പറയില്ല സ്നേഹിപ്പാൻ ആരുമില്ലെന്ന്. ഞങ്ങൾക്ക് പറയുകയും അനുഭവിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവ് യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവനെ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഈ ലോകത്തിൽ വിപ്ലവകാരികൾ ആരുമല്ല, യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈ ലോകത്തെ ഇളക്കിമറിച്ചിട്ടുള്ള ഒരു വിപ്ലവ നേതാവിനും പറയാൻ കഴിയാത്ത അതുല്യമായ സന്ദേശമാണ് ഈ ലോകത്തോട് യേശു ക്രിസ്തു നൽകുവാനിടയായി തീർന്നത്. പല നേതാക്കന്മാരും അവരുടെ വിപ്ലവ സന്ദേശങ്ങളിലേക്ക് ആളുകളെ വലിച്ചിഴച്ച് പാവം മനുഷ്യരെ കണ്ണീർപ്പുഴയിലേക്കും രക്തച്ചൊരിച്ചിലേക്കുമൊക്കെ വലിച്ചെറിയുമ്പോൾ സ്നേഹത്തിന്റെ അതിർവരമ്പുകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യമായ ഒരു സ്നേഹം തരുവാൻ, നിത്യമായ ഒരു സ്നേഹം തരുവാൻ കഴിയുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ഈ നാട്ടിലെ തൊഴിൽ മേഖലകളിലായിരിക്കുന്നവരെ, യൂണിയൻ നേതാക്കളെ, എന്നെ കേൾക്കുന്ന ബിസിനസ്സുകാരെ, ഇവിടെ യാത്രയാകാനും യാത്ര അയക്കാനും എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് വിപ്ലവകരമായ ഒരു ജീവിതത്തിന് ഉടമയാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു.
യേശു ആഗ്രഹിക്കുന്നു. നിരാശയുടെ നീർച്ചുഴിയിൽ നിപതിച്ച് നിരാലംബനായി നിലവിളിക്കുന്ന നിലവിളി കേൾക്കാൻ ഇവിടെ ആരുമില്ലെന്ന് പലപ്പോഴും പറയുമ്പോൾ നിലവിളി കേൾക്കാൻ ഒരുവരുണ്ട്. അത് മറ്റാരുമല്ല, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ സമൂഹത്തെ മാറ്റിയിട്ടുള്ളത്. ഞങ്ങൾ പ്രവേശിക്കുന്ന ബൈബിളാണ് ഈ സാമൂഹ്യമായ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ കേരളക്കരയുടെ മുഖച്ഛായ മാറ്റിയിട്ടുള്ളത് മിഷണറിമാരും ഇവിടെ അത് ബൈബിളുമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് ഒരു പ്രാവശ്യം കൂടെ അതിന്റെ ചരിത്ര രേഖകളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ആശയ്ക്ക് വഴിയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് വരുവാൻ, ഇരുളില്ലാത്തൊരു വെളിച്ചത്തിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ശരീരത്തെയും മനസ്സിനെയും കുടുംബത്തെയും സമ്പത്തിനെയും ആരോഗ്യത്തെയും എല്ലാം പൂർണ്ണമായി നശിപ്പിക്കുന്ന മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും താങ്കൾ വിടുതൽ നേടേണ്ടതുണ്ട്. നിരാശയുടെ നീർച്ചുഴിയിൽ നിബന്ധിച്ച് താങ്കളുടെ ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെടുത്തരുത്. ആത്മഹത്യയുടെ വഴിവക്കിലെത്തി ഇനിയും ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ഒന്നേ ഉള്ളതായ ഒരു ജീവിതം അത് നഷ്ടപ്പെടുത്തരുത്. അതിന് ദൈവം നിങ്ങളെ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ആയുസ്സിന് തന്നത് ദൈവമാണെങ്കിൽ ദൈവം മാത്രമേ ആ ജീവൻ അധികാരമുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർക്കുക. നിങ്ങൾ മരിക്കരുത്. നിങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളെ ഭാര്യയെ കൊന്ന ശേഷം നിങ്ങൾ മരിക്കരുത്. നിങ്ങളുടെ കടഭാരം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയാണെങ്കിലും യേശു കർത്താവ് ഏക ഉത്തരമാണ്. നിങ്ങൾക്ക് ആശയ്ക്ക് വഴിയുണ്ട്, നിരാശപ്പെടേണ്ട, പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്, സന്തോഷിക്കാൻ വഴിയുണ്ട് എന്നൊരു പ്രാവശ്യം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്ത ലഘുലേഖകളിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുകളുണ്ട്. ഞങ്ങളുടെ പ്രിയ സഹോദരൻ റെജി അവറുകൾ, അദ്ദേഹം ഇവിടെ അടുത്ത് ഹോരേബ് വർഷിപ്പ് സെന്റർ എന്നൊരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. നിങ്ങൾ ആ പ്രിയ കർത്തദാസിനെയോ അദ്ദേഹത്തിന്റെ ചർച്ചിന്റെ കൂട്ടായ്മകളിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ ആവശ്യമായ കൗൺസിലിംഗും പ്രാർത്ഥനയും സൗജന്യമായി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ദൈവം നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ഞങ്ങളെ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ടുന്ന ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവരോട് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റിന്റെ പേരിലുള്ള ഈ യാത്രയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ച ഏവരോടുമുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കട്ടെ. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടുന്ന് വീണ്ടും യാത്രയാക്കുകയാണ്. ഞാന് ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർത്തുപോയി, അതുകൂടി ഒന്ന് ഓർപ്പിച്ചിട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ തൊട്ട് പുറകിൽ പണ്ട് കല്ലിങ്കൽ തമ്പിയുടെ പച്ചക്കറിക്കടയായിരുന്നു. ഞാൻ ഓർക്കുന്നു, ദിവസവും സന്ധ്യയിൽ അവിടെ ഒരുപറ്റം യൗവനക്കാർ കടന്നു വന്ന് നിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവരിൽ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ പലർക്കും അറിയാം, ഈ കടയിലൊക്കെ പണ്ട് സ്ഥിരമുണ്ടായിരുന്ന വൈകുന്നേരങ്ങളിൽ ഈ കോലഞ്ചേരി നിറഞ്ഞ് ആടിയിരുന്ന അനവധി യൗവനക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അതിന്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല. അവരിൽ പലരും മദ്യത്തിന് അടിമകളായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ മദ്യപാനം എന്ന ദുരന്തം വരുത്തുന്ന വലിയ വിപത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നാം ഈ ഭൂമിയുടെ മുഖത്ത് ഇന്ന് നിലനിൽക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ മിടുക്കന്മാരാണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. കവി ഇങ്ങനെ പാടുവാനിടയായി, ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ എന്നും പ്രതിധ്വനിക്കുന്നത് എന്ന ഓർമ്മയിൽ. അതെ, ഇതൊരു മുന്നറിയിപ്പാണ്. ഓരോ മരണവും ഒരു മുന്നറിയിപ്പാണ്. നമ്മിൽ പ്രായം കുറഞ്ഞവൾ, നമ്മുടെ സമപ്രായക്കാരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമ്മെ ഈ ഭൂമിയുടെ മുഖത്ത് ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് ഈ
സായാഹ്ന സമയത്ത് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുവാനിടയായെങ്കിൽ ഈ മുന്നറിയിപ്പിനെ നിങ്ങൾ അവഗണിക്കരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പാലം ബലക്ഷയത്തിൽ നിന്നൊരു മുന്നറിയിപ്പ് കണ്ടിട്ട് 5 ടണ്ണിൽ കൂടുതൽ കയറ്റരുതെന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കണ്ടിട്ട് 10 ടണ്ണിന്റെ ലോറി അതിലെ കയറ്റിയൊരു അപകടം വന്നാൽ മുന്നറിയിപ്പ് വെച്ച് ബോർഡ് വെച്ച് ആർക്കും അതിന് കുറ്റമില്ല. പാലത്തിൽ കയറ്റിയ വാഹനം കയറ്റിയവർ അതിന് ഉത്തരവാദികളാണ്. ഇതുപോലെ ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഇവിടെ ഈ സന്ദേശം നിങ്ങളെ ഞങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങളെ ദൈവം പരമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് ഞങ്ങൾ അറിയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കുവാൻ, ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ, പാപത്തിന്റെ സ്വാധീനമില്ലാത്ത ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുമാരൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ